റോഡപകടങ്ങൾ പെരുകുന്നതിനിടെ പരിശോധന കർശനമാക്കുകയാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും. ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള സംയുക്ത പരിശോധന തുടരുകയാണ്. നിയമലംഘനങ്ങൾക്ക് കർശന നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. റോഡ് പരിശോധനയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ആദ്യം. പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം. ഞാനിപ്പോഴുള്ളത് കോഴിക്കോട് എലത്തൂരിലാണ്. ഇവിടെ രാവിലെ 6 മണിക്ക് ആരംഭിച്ച പരിശോധനയാണ്. അതിപ്പോഴും തുടരുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ മുതൽ ബസ് വരെ എല്ലാ വാഹനങ്ങളും നിർത്തി ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ ആ രീതിയിൽ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ഉദ്യോഗസ്ഥർ. കർശന നടപടി ഉറപ്പാണ് എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. കൂടുതലായി ഞങ്ങൾ കേന്ദ്രീകരിക്കുന്ന അപകടപരമായ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ നടപടിയെടുക്കുക, അവരുടെ ലൈസൻസിന് സസ്പെൻഷന് വേണ്ടി നമുക്ക് റെക്കമെൻഡ് ചെയ്യുക തുടങ്ങിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് ഞങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ ഓവർ സ്പീഡിങ് ഒരു പ്രശ്നമാണ്. അപ്പോൾ ഓവർ സ്പീഡിങ് ഞങ്ങൾ ബസ്സിൻ്റെ എഴുന്നാലും കൂടുതലും ഈ സിറ്റി പോയിൻ്റ് ടു പോയിൻ്റ് ബസ്സുകളുണ്ട്. അപ്പോൾ കണ്ണൂർ ടു കോഴിക്കോട് തുടങ്ങിയ ഉള്ള ബസ്സുകൾ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. കണ്ണൂർ കോഴിക്കോട്ട് റൂട്ട് കൂടിയാണിത്. പലപ്പോഴും പ്രൈവറ്റ് ബസ്സുകളുടെ അമിത വേഗതയെക്കുറിച്ച് നാട്ടുകാർ പലതരത്തിലുള്ള ആരോപണങ്ങൾ, വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട്. എപ്പോഴും അപകടങ്ങൾ കൂടി സംഭവിക്കുന്ന ഒരു റൂട്ട് കൂടിയാണ്. അതിനാൽ ആ രീതിയിലുള്ള പരിശോധനയും കർശനമാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും പരിശോധന വളരെ ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. 2 ഷിഫ്റ്റുകളിലായാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുക. രാവിലെ 6 മണി മുതൽ 9 മണി വരെയും അതിനുശേഷം വൈകിട്ട് 7 മണി മുതൽ 10 മണി വരെയും ഈ രീതിയിലുള്ള പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. കോഴിക്കോട് എലത്തൂരിൽ നിന്ന് ഷിജു ചവറയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24. തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അജീഷ്, ഈ കർശനമായ പരിശോധനയിലേക്ക് ഒരു സംയുക്ത പരിശോധന എന്ന നിലയിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും ഒക്കെ കടക്കുന്നുണ്ട്. ഈ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് നിന്നു പോവാതിരിക്കട്ടെ, തുടർന്നും ആ പരിശോധനകൾ ഉണ്ടാവട്ടെ. എന്താണ് തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച? റീജിത്ത്, ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷമാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി പരിശോധന തുടങ്ങിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കരമനകളിക്കാവുള്ള ദേശീയപാതയിലാണ്. ഇവിടെ കാരക്ക മണ്ഡപത്തിലാണ്. ഇവിടെ ഒരു ബ്ലാക്ക് സ്പോട്ടാണ്. അതായത് തിരുവനന്തപുരത്ത് ഈ ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും സംയുക്തമായ പരിശോധന നടത്തുന്നത്. ബൈക്കുകളെയും അതേപോലെ തന്നെ കാറുകളിലും അതേപോലെ തന്നെ ലോഡുമായി വരുന്ന വാഹനങ്ങളടക്കം ശക്തമായ പരിശോധനയാണ് ഇവിടെ നടത്തുന്നുണ്ട്. രാവിലെ നമ്മളിവിടെ വന്ന് നിൽക്കുന്ന സമയം മുതൽ തന്നെ ഒരുപാട് നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരെയൊക്കെ വിളിച്ചു നിർത്തി ചിലത് പിഴ ചുമത്തുന്നുണ്ട്. ഒപ്പം തന്നെ അവർക്ക് ബോധവൽക്കരണം കൂടി നടത്തിയാണ് മോട്ടോർ വാഹന വകുപ്പും ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ പോലീസുകാരും ഇവിടെ നിന്ന് മടങ്ങുന്നത്. കൂടുതലും നമുക്കിപ്പോൾ ഉദ്യോഗസ്ഥൻ തന്നെ ചേരുന്നുണ്ട്. സാർ, നമ്മളിന്നിപ്പോൾ ഈ പരിശോധന നടത്തുമ്പോൾ കൂടുതൽ നിയമലംഘനങ്ങൾ കുറഞ്ഞതായിട്ടാണോ കാണുന്നത്? എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണം? നിലവിൽ നിരത്തുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നിയമലംഘനങ്ങൾ എല്ലാം കുറഞ്ഞതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഹെൽമറ്റ് വെച്ച് സുരക്ഷിതമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് എല്ലായിടത്തും കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും അപകടങ്ങൾ പലയിടങ്ങളിലായിട്ട് സംഭവിക്കുന്നു. നമ്മൾ കാണാറുണ്ട്, വാർത്തകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപകടങ്ങൾ പലയിടങ്ങളിലായിട്ട് സംഭവിക്കാറുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നതിനുള്ള കാരണങ്ങളായിട്ട് നമുക്ക് പറയാനുണ്ടാകുന്നത് മറ്റു ചില റീസൺസാണ്. നമ്മുടെ വാഹനം ഓടിക്കുന്ന വ്യക്തികളുടെ ഒരു ശ്രദ്ധക്കുറവ്, വാഹനം കൃത്യമായിട്ട് ശ്രദ്ധയില്ലാതെ വാഹനം ഓടിക്കുന്ന ഒരു പ്രവണത കാണുന്നു. അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്ന സമയങ്ങളിൽ അവർ ചെയ്യുന്ന ചില നിയമ ലംഘനങ്ങൾ, വാഹനം ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരുന്ന പ്രവണതകൾ കാണാറുണ്ട്. ഇന്നിപ്പോൾ രാവിലെ പരിശോധന നടത്തിയ സമയത്ത് മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരുന്ന ഒരു വ്യക്തിയുടെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ വ്യക്തികൾക്ക് നിയമത്തെക്കുറിച്ചുള്ള അവബോധം അവർക്കുണ്ട്. പക്ഷേ ആ ഒരു അവബോധം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കി റോഡിൽ അവരെന്ത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. പല ലംഘനങ്ങൾ കണ്ടതിൽ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങളെ ഇന്ന് കാണാറുണ്ടായി. ചെക്കിങ്ങിൽ തന്നെ ഇന്ന് പരിശോധനയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷുറൻസ് എടുക്കാതെ വാഹനങ്ങൾ അവർ ഓടിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിയമവശങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം അവർക്ക് അത് അറിയാമെങ്കിൽ പോലും അവരതിനെ അവെയർ ആകുന്നില്ല. അത്തരത്തിലുള്ള ആ ഒരു വിഷയങ്ങളെക്കുറിച്ച് അവർ കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് അവർക്കുണ്ടാകുന്നില്ല. അതുപോലെ പിന്നെ ഈ ഒരു സ്ട്രെച്ച്, ഇന്നിപ്പോൾ പരിശോധന നടത്തുന്ന സ്ട്രെച്ച് എന്ന് പറയുന്നത് നമ്മുടെ കിള്ളിപ്പാലം മുതൽ പ്രാവച്ചമ്പല വരെയുള്ള ഒരു സ്ട്രെച്ചാണ്. ഈ ബ്ലാക്ക് സ്പോട്ടിൽ തന്നെ, വൾണറബിൾ റോഡ് സ്ട്രെച്ചിൽ തന്നെ ഒരു 2ാം റാങ്കിൽ പറയാൻ പറ്റുന്ന ഒരു റോഡ് സ്ട്രെച്ചാണിത്.
ഒരുപാട് പെഡസ്ട്രിയൻസ്, അതുപോലെ ഒരുപാട് ഇരുചക്ര വാഹനക്കാർ, അതുപോലെ ഒട്ടനവധി വ്യക്തികൾ മരണപ്പെട്ട ഒരു റോഡ് സ്ട്രെച്ചാണ്. ശരി, രാജേഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ പരിശോധന കൊണ്ട് വാഹനാപകടങ്ങൾ കുറയ്ക്കാം എന്ന് കരുതുന്നതിനേക്കാൾ ഉപരിയായി നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായൊരു നല്ല ഗതാഗത സംസ്കാരം രൂപപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം.